ഭക്തി സാഹിത്യകാരനായ റഹീമിൻ്റെ ദോഹയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. റഹീം ഭക്തികാൽ കെ ഏക് പ്രമുഖ കവി. നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചായിരുന്നു. ഭക്തി സാഹിത്യത്തിലെ കബീർദാസ്, തുളസിദാസ്, അതുപോലെ തന്നെ ഭക്തി സാഹിത്യത്തിലെ പ്രമുഖ കവി ശ്രീ റഹീം. അദ്ദേഹത്തിൻ്റെ അസലി നാം, യഥാർത്ഥ പേരെന്ന് പറയുന്നത് അബ്ദുർ റഹീം ഖാൻഖാന എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യ രചനകളെന്ന് പറയുന്നത് റഹീം ദോഹാവലി, ബർബൈ आदि उनकी प्रमुख रचनाएं हैं. और भक्ति साहित्य के प्रमुख साहित्यकार है श्री रहीम. रहीम का असली नाम था अब्दुल रहीम खानखाना. റഹീം ദോഹാവലി और ബർബൈ ആദി ഉൻകി പ്രമുഖ രചനായ് ഹെ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദോഹയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ദോഹ ഞാൻ വായിക്കാം. മന് മോത്തി അരു ദൂത്ത് രസ് ഇൻകി സഹജ് സുഭാവ് ഫഡ് ജായേത്തോ ന മിലൈ കോടിന് കരോ ഉപായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. മന് എന്ന് വെച്ചാൽ മനസ്സ്, മോത്തി എന്ന് വെച്ചാൽ മുത്ത് എന്നർത്ഥം, അരു എന്ന് വെച്ചാൽ ഫൂല്, ദൂത്ത് രസ് ദൂത്തുകാ രസ് എന്നർത്ഥം. ഇൻകി സഹജ് സുഭായി എന്ന് വെച്ചാൽ സഹജ് സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ, ഓർ സ്വാഭാവിക വ്യവസ്ഥ, ഓർ സാമാന്യ അവസ്ഥ. അതിൻ്റെ സാമാന്യ സാധാരണപ്പെട്ട അവസ്ഥ, അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയാണ് എന്ത് പറയുന്നത്, സഹജ് സുഭായി എന്ന് പറയുന്നത്. ഫഡ് ജായേത്തോ എന്ന് വെച്ചാൽ ടൂട്ട് ജായേത്തോ യാ ബിഗഡ് ജായേത്തോ എന്നർത്ഥം. ന മിലേ എന്ന് വെച്ചാൽ നഹിം മിലേഗ, കിട്ടില്ല. കോടിന് കരോ ഉപായി, കോടിന് കരോടവും, കരോ ഉപായി കർണ, കരോടവും ഉപായി കർണ എന്നർത്ഥം. ഇനി നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് പോകാം, അതിൻ്റെ ആശയത്തിലേക്ക് പോകാം. മന് എന്ന് പറയുന്നത് നമുക്കറിയാം. മനസ്സെന്ന് പറയുന്നത് ശാന്തതയുടെയും വിശ്വാസത്തിൻ്റെയും ബന്ധത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് നിൽക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പം യദി മന്മേയും മനസ്സിൽ ഏക്കുബാർ സന്ദേഹ്, എന്തെങ്കിലും ഒരു സന്ദേഹം, ഒരു സംശയം ഉണ്ടായാൽ, മനസ്സിൽ എന്തെങ്കിലും സംശയം തോന്നി തുടങ്ങിയാൽ, ജായേത്തോ എന്ത് ചെയ്യുക, ഉസി പൂരി തരകസേ ടീക്ക് കർണ, അതിനെ എന്ത് ചെയ്യുക, പൂർണ്ണമായ രീതിയിൽ ശരിയാക്കിയെടുക്കുക. മുഷ്കിൽ ഹോത്താഹെ, പ്രയാസമാണ്. അപ്പോൾ മനസ്സിന് എന്തെങ്കിലും ഒരു സന്ദേഹം, എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അടുത്തതായിട്ട് ചോദിച്ചെന്താണ്, മോത്തിയാണ്. മോത്തി എന്ന് പറയുന്നത് ചമക്ക് ഔർ സുന്ദരത കെ ലിയെ മൂല്യവാൻ ഹോത്താ ഹെ. സൗന്ദര്യത്തിനും മൂല്യവത്തതയ്ക്കും സൗന്ദര്യത്തിനുമൊക്കെ വളരെ മൂല്യവത്തായ ഒന്നാണ് ഏതെന്ന് പറയുന്നത്, മോത്തി എന്ന് പറയുന്നത്. വഹ് ടൂട്ട് ജായേത്തോ, എന്താ സംഭവിക്കുന്നത്, അതൊന്ന് പൊട്ടിപ്പോയാൽ ഉസേ പകലെ ജൈസേ ബനാന മുഷ്കിൽ ഹോത്തായി, അതിനെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരിക അതും പ്രയാസകരമാണ്. അപ്പം മുത്തിനിയും ടൂട്ട് ജായേത്തോ പകലെ ജൈസേ ബനാന മുഷ്കിൽ ഹോത്താഹെ, വളരെ പ്രയാസകരമാണ്. അടുത്ത എന്താണ്, അരു പറഞ്ഞു. അരു എന്ന് വെച്ചാൽ എന്താണ്, ഭൂലെന്നാണ്. ഭൂലറിയാലോ, പങ്കുടിയാം ടൂട്ട് ജാനേപ്പർ, അതിനെ എന്ത് ചെയ്യാൻ, തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ്. നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് പകലെ ജൈസേ ബനാന മുഷ്കിൽ ഹോത്താഹെ എന്ന് പറയും. അവർ അടുത്ത എന്താ പറഞ്ഞത്, ദൂത്തുകാരസ് എന്ന് പറയുമ്പോൾ ദൂത്ത് ഏക്ക് ബാർ ഫഡ് ജായേ, ദൂത്ത് ഒരു പ്രാവശ്യം ഒന്ന് അതൊന്ന് വകതിരി വാങ്ങിക്കഴിഞ്ഞാൽ യാ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉസൈം എന്ത് ചെയ്യുന്നുണ്ട്, വാപ്പസ് ടീക്ക് നഹിം ജാസക്ത, അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ദൂത്തും കേടായി പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഇത് മൂന്നും ഏതൊക്കെയാണ്, അപ്പം തീൻ ചീസോം കെ ബാരേമേ, 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്, മന്, മോത്തി, ഫൂല്, ദൂത്തുക്കാ രസ്. ഇവ 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊണ്ടുവരാൻ അത് ഇതിനെ 3 പേരെയും പറഞ്ഞിട്ട് പറയുകയാണ്. എന്താണ് റഹീം പറയുന്നത്, ഇൻകി സഹജ് സുഭായി, ഇൻകി സ്വാഭാവിക അവസ്ഥ, അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ ഫഡ് ജായേത്തോ, എന്താ ഫഡ് ജായേത്തോ എന്ന് വെച്ചാൽ ടൂട്ട് ജാനെ പർ യാ ബിഗഡ് ജാനെ പർ ന മിലേ വാപ്പസ് നഹി മിലേക, അത് പഴയതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. കോടിന് കരോ ഉപായി, കരോടും ഉപായി കർണേപ്പർ,
കരോടോ ഉപായ് കർണേപ്പർ കോടിക്കണക്കിന് ഉപായങ്ങൾ നമ്മൾ ചെയ്താൽ പോലും ഉസേ പകലെ ജൈസെ ബനാന മുഷ്കിൽ ഹോത്താഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇസ്കാ വ്യാഖ്യാഹേ, ഇതിൻ്റെ വ്യാഖ്യാനം നമുക്ക് എന്തു പറയാം? മന്, മോത്തി, ഫൂല്, दूध का रस जब तक अपनी സ്വാഭാവിക അവസ്ഥാമേ രഹത്താ ഹെ, എപ്പോൾ വരെയാണോ അത് സ്വാഭാവികമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്, തബ് തക്ക് അച്ഛ ലഗ്തേ ഹെ, അപ്പോൾ എന്തായിരിക്കും? അത് വളരെ മനോഹരമായിരിക്കും. ലേക്കിൻ എന്നാൽ അഗർ വേ ഏക് ബാർ ബിഗഡ് ജായേത്തോ യാ ടൂട്ട് ജായേത്തോ, ഒരു പ്രാവശ്യം ഒന്നും ബിഗഡായി പോയി കഴിഞ്ഞാൽ യാ ടൂട്ട് ജായേത്തോ, അതാണ് ഏതുപോലെ ജൈസെ, ഏതുപോലെ മൻ ഭടക്കിന അല്ലയോ, മനസ്സിൻ്റെ മൻക ഭടക്കിന, അതുപോലെ മോത്തിക്ക ടൂട്ടിന പോലെ ഏകു ബാർ ഒരിക്കൽ ബിഗഡ് ജായേത്തോ ഓ ടൂട്ട് ജായേത്തോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫിർ ഉസേ അല്ലെങ്കിൽ ഉനേം പകലേ ജൈസ നഹിം കിയാ ജാ സക്താ ഹേ ചാഹേ ഹം കിത്തനെ ഭീ പ്രയത്ന കരീം, ഹം കിത്തനെ ഭീ പ്രയത്ന കരീം, നമ്മൾ എത്ര പ്രയത്നിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഉനേം പകലേ ജൈസെ നഹിം കിയാ ജാ സക്താ ഹെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പഴയതുപോലെ നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. ദോഹയുടെ വ്യാഖ്യാനം മനസ്സിലായി കാണുമെന്ന് പറഞ്ഞ് മനസ്സിലായി. അതിനെ നമുക്ക് അവസാനമായിട്ട് ഇങ്ങനെ ഒരു വരിയിലും കൂടെ നമുക്ക് ചേർത്ത് പറയാം. ഇൻ ചീസയും, ഈ വസ്തുക്കൾ ഏതെങ്കിലും ടൂട്ട് ജാനേപ്പർ അല്ലെ ടൂട്ടേ ഹുയേത്തോ അല്ലെ ബിഗഡ് ജായേത്തോ എന്ത് ചെയ്യുന്നു? ഉസേ സുധാരണ ബഹുത്ത് മുഷ്കിൽ ഹോത്താ ഹെ, അതിനെ ഒന്ന് സുധാരിക്കുക, അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക, പഴയതുപോലെ ആക്കിയെടുക്കുക വളരെ പ്രയാസകരമാണ് എന്നാണ് ഈ ദോഹയിലൂടെ, റഹീമിൻ്റെ ഈ ദോഹയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ആ അടുത്ത ദോഹയിലേക്ക് പോകുന്നതിന് മുമ്പ് ടെസ്റ്റിനകത്ത് 2 ചോദ്യോത്തരം, ആ ദോഹയുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ കിടപ്പുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഫട്ട് ജായേത്തോ നമിലെ ഇസ്സേ ആപ് ക്യാ സമജ്തേ, നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് ചോദ്യം. അപ്പം ഉത്തരം കുച്ച് ചീസും ഐസി ഹോത്തി, കുറച്ച് സാധനങ്ങൾ അങ്ങനെയുള്ളതാണ്. ജോ ഏക് ബാർ നഷ്ടു ഹോനേപ്പർ, ഒരു പ്രാവശ്യം അതൊന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ യാ ടൂട്ട് ജാനേക്കെ ബാദ് വാപ്പസ് നഹിം ജോഡി, അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് ചേർക്കാനായിട്ട് ജോഡി ജാ ശക്തി യാ നഹിം ജോഡി ജാ ശക്തി, നമുക്ക് ചേർക്കാൻ കഴിയില്ല. യാ ടീക്ക് നഹിം ജാ ശക്തി, അതിനെന്ത് ചെയ്യാൻ പറ്റുക? ശരിയാക്കി എടുക്കാൻ പറ്റില്ല എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം കൊടുത്തിരിക്കുന്നത് ഇൻ പങ്ക്തിയും സെയിം കവിക്ക് ക്യാ കഹിന ചാഹത്തെ, ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഉത്തരം നമുക്ക് പറയാം. ഹമേൻ ചീസോം കെ മഹത്വതേനെ, നമ്മൾ വസ്തുക്കളെ കുറിച്ചുള്ള മഹത്വം അല്ലെ വിലമതിക്കാനും എന്ത് ചെയ്യുന്നു? ഉസ്കി രക്ഷാകർണേക്ക്, അത് സംരക്ഷിക്കാനുള്ള യാത് ദിലാത്തെ, ഓർമ്മപ്പെടുത്തലാണ്. വസ്തുക്കളെ വിലമതിക്കാനും സംരക്ഷിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വരികളെന്ന് പറയുന്നത്. യഹ് ഹമീം ഇൻ ചീസോം കോ സാവധാനി സെ, ശ്രദ്ധയോടെ സംഭാലനേക്ക് സീക്ക് ദേത്താ ഹേ, ശ്രദ്ധയോടെ അത് പരിപാലിക്കണമെന്നുള്ള ഒരു അറിവാണ് ഈ ദോഹയിലൂടെ. അപ്പോൾ തകർന്നു പോകുന്ന വസ്തുക്കളെ പറഞ്ഞ ഇത്തരത്തിലുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യം ജാഗ്രതയോടെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ ദോഹയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അടുത്ത ദോഹയിലേക്ക് നമുക്ക് പോകാം. 2ാമത്തെ ദോഹ വായിക്കാം. റഹിമന് ദാഗാ പ്രേം കാ മത്തോരോ ചട്കായി ടൂട്ടേ പൈ ഫിർ ന ജുരേ ജുരേ ഗാഡ് പരിജായി എന്നാ പറയുക. നോക്കാം. ദാഗ എന്ന് വെച്ചാൽ ചരട്, പ്രേം കാ സ്നേഹത്തിൻ്റെ, മത്തോടോ പൊട്ടിക്കരുത്, ചട്കായി പെട്ടെന്ന്, ജൽദി സെ ഓർ ചട്കേ സെ, ടൂട്ടേ പൈ ടൂട്ടിനെ പർ, ഫിർ പിന്നീട്, ന ജുരൈ ന ജുടുത്താഹേ ന ജോടുത്താഹേ ചേർക്കാൻ പറ്റില്ല. ടൂട്ടേ പൈ എന്ന് വെച്ചാൽ തകരുന്നു, ടൂട്ടിനെ പർ തകർന്നു പോയി കഴിഞ്ഞാൽ, ഫിർ ന ജുരൈ എന്ന് വെച്ചാൽ ന ജുടുത്താഹേ ന ജോടുത്താഹേ ചേർക്കാൻ പറ്റില്ല. ജുരൈ ജുടുത്താഹേ ഓർ ജോടുത്താഹേ, ഗാഡ് എന്ന് വെച്ചാൽ കെട്ട്, പരിജായി എന്ന് പട് ജാത്ത കെട്ട് വീഴും എന്നർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറഞ്ഞത്. റഹീം प्रस्तुत दोहे के द्वारा कहते हैं कि प्रेम का प्रतीक है धागा. धागा किसका प्रतीक है? धागा प्रेम का प्रतीक है. चरड എന്ന് പറയുന്നത് किसका प्रतीक है? प्रेम का प्रतीक है धागा. इस प्रेम को, यहाँ प्रेम को एक महीन महताय धागे के समान, महीन धागे के समान बताया गया है. ഒരു മഹീനമായ ധാഗയായിട്ടാണ് പ്രേമിനെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്.
ഇനി അടുത്തതിനകത്ത് എന്താ പറയുന്നത്? മത്തോരോ ചട്കായി. എന്താ ഇസ്കാ മീനിങ് ക്യാ ഹേ? ചട്കേസെ മത്തോടിന എന്ന് പറഞ്ഞ ഇസ്കാ മതലബ് ഹേ. എന്താ ഇതിൻ്റെ പൊരുളെന്ന് പറയുന്നത്? പ്രേം കെ ദാഗേക്കോ, പ്രേമത്തിൻ്റെ ചരടിനെ ഗുസേമേ ആക്കർ, കോപം കൊണ്ട് നഹിം തോടിനാ ചാഹി, നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെ തകർത്ത് കളയരുത്, പൊട്ടിച്ചു കളയരുത്. അപ്പം മത്തോരോ ചട്കായി. ടൂട്ടേ പൈ ഫിർ ന ജുരൈ. എന്താ ടൂട്ടേ പൈ? ഏക് ബാർ ടൂട്ട് ജാത്താ ഹേ തോ, ഒരു തവണ അത് തകർന്നു പോയാൽ, ഫിർ പിന്നീട് ഉസേ ജോഡിന ആസാൻ നഹിയും ഹോത്ത, അതിനെ ഒന്ന് ചേർത്ത് വെക്കുക എളുപ്പമുള്ള കാര്യമല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, സ്നേഹത്തെ ഒന്ന് ചേർത്ത് വെക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യാൻ? അപ്പം ടൂട്ടേ പൈ ഫിർ ന ജുരൈ എന്ന് വെച്ചാൽ ഏക് ബാർ ടൂട്ട് ജാത്താ ഹേ തോ ഫിർ ഉസേ ജോഡിന ആസാൻ നഹിം ഹോത്ത, എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? ജുരേ ഗാഡ് പരിജായി. അറിയാമല്ലോ, ജുരേ എന്ന് വെച്ചാൽ ജോഡിന, ഒരു ജുഡിന എന്ന അർത്ഥം. ഗാഡ് കെട്ടെന്നാണ്. പരിജായി പടിജായേക. ഇസ്കാ മതലബ് ക്യാ ഹേ? എന്ത് ചെയ്യുന്നത്? പ്രേം കാ ഏക് ദാഗ ടൂട്ടിനെ പർ, തകർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്ത്? നമ്മൾ അഗർ ജുഡേത്തോ, ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഉസ്മേം ഏക് ഗാഡ് പട് ജാത്തി ഹെ, അതിനകത്ത് എന്ത് വീഴുന്നുണ്ട്? ഒരു കെട്ട് വീഴുന്നുണ്ട്. ആ ചരടിനകത്ത്, ചരട് നമ്മൾ രണ്ട് ചരടുകൾ, ഒരു ചരട് നമ്മൾ എന്ത് ചെയ്ത്? പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരടാണ്. ആ ചരടിനെ നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ പൊട്ടിച്ചു, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ പൊട്ടിച്ചു. ആ പൊട്ടിച്ച ചരടിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ അവിടെ എന്ത് വീഴും? ഒരു കെട്ട് വീഴും, അല്ലയോ? അപ്പോൾ ഇസ്കാ മതലബ് ഹേക്ക്, ഇതിൻ്റെ പൊരുൾ ഇതാണ്. ഹം ജബർദസ്തി, നിർബന്ധിച്ച്, ഇസേ ജോഡിനേക്ക് കോശിസ് വി ന കരയും, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിർബന്ധിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ചേർത്ത് വെക്കാനായിട്ട് കോശിസ് ന കരയും, ശ്രമിക്കരുത്, നിർബന്ധിച്ച് ശ്രമിക്കരുത്. തോഫി എന്നാലും ഉസ്കെ ബീച്ച് മേക്ക്, അപ്പോഴെന്ത് ചെയ്യും? ഉസ്കെ ബീച്ച് മേക്ക് ഗാഡ് പട് ജാത്തി ഹേ, അതിനകത്ത് എന്ത് വീഴും? ഒരു ഗാഡ്, ഒരു കെട്ട് വീഴും. ഏക ഗാഡ് ജിസ്തേമേ ആയി, ഈ കെട്ടെന്ന് പറയുന്നത് ബന്ധത്തിൽ, ഓർ വിശ്വാസ്മയും, ഓർ ഏതെങ്കിലും ഏത് കാര്യത്തിലും എന്ത് ആയി ദൂരിക്കാ പ്രതീഹേ, ആ ദൂരത്തിൻ്റെ ആ കെട്ട് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബന്ധത്തിൽ എന്തുകൊണ്ട്? ആ ഈ ദൂരി, ഒരു അകൽച്ച, ആ ബന്ധത്തിന് എന്തുണ്ടാകും? ഒരു അകൽച്ച ഉണ്ടാകുന്നുണ്ട്. ഔർ ജിസ്മേം റിസ്ത പകലെ ജൈസ നഹിം വേണ്ട, ആ ബന്ധം. അപ്പോൾ അതിനകത്തൊരു കെട്ട് വീണ് പോയി കഴിഞ്ഞാൽ ആ ബന്ധം എന്ത് ചെയ്ത്? പഴയതുപോലെ ആകുമോ? നഹിം പകലെ ജൈസ നഹിം, നേരത്തെ പോലെ ആകില്ല എന്നാണ് ആര് പറഞ്ഞത്? റഹീം പറഞ്ഞത്. അപ്പം നമുക്ക് വ്യാഖ്യാനം ഒന്നുകൂടെ പറയാം. റഹീം കി അനുസാർ പ്രേമരൂപി ദാഗ, സ്നേഹമാകുന്ന ചരട് അഗർ ഏക്കുബാർ ടൂട്ട് ജാത്താ ഹേത്തോ, ഒരു പ്രാവശ്യം ഒന്ന് തകർന്നു പോയാൽ ദുബാര നഹിം ജുഡാത്ത, അതിനെന്ത് ആവർത്തിച്ച് അത് ചേർത്ത് വെക്കാൻ പറ്റില്ല. അഗർ ഇസേ ജബർദസ്തി ജോഡ് ഭി ദിയാ ജായത്തോ, ജബർദസ്തി എന്ന് വെച്ചാൽ നിർബന്ധപൂർവമായിട്ട്, ബലപൂർവമായിട്ട് അതിനെ നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ പകലേക്ക് തരക്, നേരത്തെ ഉള്ളതുപോലെ സാമാന്യ നഹിം രഘു ജാത്ത, അത് സാധാരണയായി തീരില്ല. ഔർ ഇസ്മേം ഗാഡ് പട് ജാത്തി, അതിനകത്ത് എന്ത് വീഴും? ഒരു കെട്ട് വീഴും എന്നാണ് പറഞ്ഞത് എന്ന്. അപ്പം ആ ദോഹ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ദോഹയിലൂടെ 2 ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. നോക്കിക്കോളൂ. ചോദ്യം ഒന്നാമത്തെ, ചട്കേസെ മത് തോടിന എന്ന് പറഞ്ഞാൽ ഇസ്കെ സമാന ആശയവാലി പങ്ക്തി, ഇതുപോലെ സമാന ആശയമുള്ള വരികൾ നമ്മൾ കഴിഞ്ഞ ദോഹയിൽ, റഹീമിൻ്റെ തന്നെ ദോഹയിൽ പറഞ്ഞായിരുന്നു. ഫട്ട് ജായത്തോ നമ്മിലെയും കോടിന് കരൂപ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ആ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അത് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത എന്താണ്? ടൂട്ടേ പൈ ഫിർ ന ജുലൈ ഐസ ക്യോം കഹാ ഗയാ ഹേ, എന്താ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ചേർത്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഉത്തരവും നേരത്തെ നമുക്ക് പറഞ്ഞതുപോലൊക്കെ തന്നെ എഴുതാവുന്നതാണ്. എന്നാലും ഞാൻ ഉത്തരം പറയാം. പ്രേം കാ റിസ്ത ബഹുത്ത് നാജു ഹോത്താ ഹേ, ഒരു ദുർബലമായ ഒരു ബന്ധമാണ് എന്ന് പറയും. പ്രേം കാ റിസ്ത എന്ന് പറയുന്നത്, പ്രേമബന്ധം എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ളതാണ്. അവർ ഏക് ബാർ ടൂട്ട് ജാനേ പർ വഹ് ടീക്ക് സേ ദുബാര നഹിം പട്ട, ഒരു പ്രാവശ്യം അത് തകർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിന്നീട് അതിനെ ചേർത്ത് വെക്കാൻ പറ്റില്ല. യദി ഇസെ ജോഡ്നേക്കാ പ്രയാസ് ഭി കിയാ ജായത്തോ ഇസുസെ ഏക്ക്, അങ്ങനെ പ്രയത്നിക്കുകയാണെങ്കിൽ ഇസുസെ ഇസ്മയും അല്ലെങ്കിൽ ഇസ്മയും ഏക്ക് ഗാഡ് രഘു ജാത്തി, എന്ത് വീഴുന്നുണ്ട്? അതിനകത്തൊരു കെട്ട് വീഴുന്നുണ്ട്.
ജോ സംബന്ധുമേ കോ പഹലെ ജൈസ നഹീം ആ രഹിനെ ദേത്തി, അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ ബന്ധം, ആ സ്നേഹബന്ധം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പഴയതുപോലെ ആയിത്തീരത്തതുമില്ല എന്ന് റഹീം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഹീമിൻ്റെയും നമ്മൾ ഈ യൂണിറ്റിൽ 3 പേരുടെയും ദോഹകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 3 പേരുടെയും ദോഹകൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.